بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أستغفر الله العظيم. أستغفر الله العظيم. أستغفر الله العظيم. القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم. من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب. أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞു ചെയ്ത ദോഷങ്ങളെ തൊട്ടും അറിയാതെ ചെയ്ത ദോഷങ്ങളെ തൊട്ടും മറച്ച് ചെയ്ത ദോഷങ്ങളെ തൊട്ടും പരസ്യമായി ചെയ്ത ദോഷങ്ങളെ തൊട്ടും എല്ലാ വൻദോഷങ്ങളെ തൊട്ടും എല്ലാ ചെറുദോഷങ്ങളെ തൊട്ടും ഞങ്ങളെല്ലാവരും നിന്നോട് ഖേദിച്ച് പേടിച്ച് മടങ്ങുന്നു തമ്പുരാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ തടിയോട് അനേകം കുറ്റവും ദുർമര്യാദയും ഏറ്റമേറ്റം ചെയ്തു നടന്ന ചീത്ത അടിയാറുകളാണ് തമ്പുരാനെ. ഇപ്പോൾ നിന്റെ റഹ്മത്ത് എന്ന തൗബ എന്ന വാതിൽക്കൽ ഞങ്ങളെല്ലാവരും ഖേദിച്ചു മടങ്ങി വന്നിരിക്കുന്നു തമ്പുരാനെ. ഇനി ഒരിക്കലും ഒരു ദോഷക്കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങളെല്ലാവരും ഖൽബ് കൊണ്ട് നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു തമ്പുരാനെ. നീ ഞങ്ങളുടെ ദോഷത്തിനെ പുറത്തു തന്നില്ലെങ്കിൽ പുറത്ത് തൗബയെ കബൂൽ ചെയ്യണമേ തമ്പുരാനെ. നിന്റെ കൃപ കൊണ്ടും നിന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ടും നീ ജഹന്നമെന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്തിലാക്കണം തമ്പുരാനെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഞങ്ങളുടെ തമ്പുരാനെ, നീ ഞങ്ങൾക്കെല്ലാവർക്കും ഈ തൗബയും നേർവഴിയും ദീനുൽ ഇസ്ലാമും തന്നതിനു പിറകെ അതിനെ വിട്ട് ഞങ്ങളുടെ കൽവിനെ തട്ടിത്തിരിച്ച നിന്റെ ശത്രുവായ ശൈത്താൻ ഇബ്ലീസിന്റെ ചൊല്ലുകൊള്ളയും ചേലുകൊള്ളയും നീ ഞങ്ങളെ ആക്കിക്കളയല്ല തമ്പുരാനെ. നീ നിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്തിനെ ഞങ്ങളെല്ലാവരെയും അളവിലും ഓഷാരമായി ഏറ്റമേറ്റം
ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അതു ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ തമ്പുരാനെ, നീ ഞങ്ങളെ എല്ലാവരെയും ഷഹാദത്ത് കലിമയോടുകൂടെ ഈമാനോടെ മരിപ്പിച്ച് ഖബറിൽ അകം കടത്തി ഖബറിൽ നിന്ന് രണ്ടാമത്തെ ഹയാത്തിട്ട് മഹ്ശറ കൊള്ളെ യാത്രയാക്കിയാൽ ഞങ്ങളുടെ എല്ലാവരുടെയും നന്മയും തിന്മയും എഴുതപ്പെട്ട കിതാബിനെ നീ ഞങ്ങളുടെ എല്ലാവരുടെയും വലം കയ്യിൽ നൽകി നിന്റെ ആലത്തിന് കാരണമാക്കപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി സ്വർഗ്ഗത്തിലകം കടത്തി നിന്റെ ലിഖാഇനെയും ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃക്കല്യാണത്തിനെയും ഞങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനെ. ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണം അല്ലാഹ്, കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഹലാലായ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അറിയില്ലല്ലോ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളുടെയും എല്ലാ ഖൈറായ ഹലാലായ ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. വെളിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് അകത്തോട്ട് ഇൻഷാ അല്ലാഹ് കയറിയിരിക്കും. ഒന്ന് അകത്തോട്ട് കയറിയിരുന്നു പള്ളിക്ക് അകത്തോട്ടിരിക്കും. പള്ളിക്ക് അകത്തോട്ടിരുന്ന റാഹത്താണ് ഇൻഷാ അല്ലാഹ്. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناكع والداء القامع والوباء القاطع إنك مجيب سامع. وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء واحتجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر وتحملنا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار. اللهم في جميع أمورنا خصوصا فيما نحن فيه بركة تامة يا رب العالمين. اللهم يسر أسيرنا وسهل أمورنا وأد ديوننا وقض حوائجنا واشف مرضانا وارحم موتانا برحمتك يا أرحم الراحمين.
അല്ലാഹുവേ പടച്ചവനെ രാജസയ്യിദായ നാഥാ റഹ്മാനും റഹീമുമായ അല്ലാഹ് ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നോമ്പുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, സദഖാത്തുകളെ സ്വീകരിക്കണേ അല്ലാഹ്, ഇഫ്താറുകളെ സ്വീകരിക്കണേ അല്ലാഹ്, തറാവീഹ് നമസ്കാരങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ്, തഹ്മീദുകളെ സ്വീകരിക്കണേ അല്ലാഹ്, തഹ്ലീലുകളെ സ്വീകരിക്കണേ അല്ലാഹ്, സലാത്തുകളെ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ധാരാളം ദിക്റുകളും സലാത്തുകളും ഖുർആനുകളും ഓതിയ നിരവധി ആളുകളുണ്ട് പടച്ചവനെ. ഇവിടെ ഖൈറായ ഹലാലായ മുറാദുകൾ നീ സാധ്യമാക്കി കൊടുക്കണേ അല്ലാഹ്. ഖത്തം തീർത്തവരുണ്ട് പടച്ചവനെ, ധാരാളം 10ഉം 15ഉം ഖത്തം തീർത്ത പ്രായം ചെന്നവരുണ്ട് പടച്ചവനെ. അവിടെ ഖത്തമുകളെയൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരിലേക്ക് പ്രകാശമായി എത്തിച്ചു നൽകണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തിനും കാരണമാക്കണേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിലുള്ള ഖൈറായ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണേ പടച്ചവനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി ആളുകളുണ്ടല്ലാ, അവരുടെ എല്ലാവിധ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ റഹ്മാനെ. ഷാഫിയായ കാഫിയായ മുകാഫിയായ അല്ലാഹ് പൂർണ്ണമായ രോഗശമനം നൽകി ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധമായ റമദാനിന്റെ 1 മുതൽ ഇന്ന് വരെ നോമ്പ് തുറപ്പിച്ച ആളുകളുണ്ടല്ലാഹ്, സ്വതക്കുകൾ നൽകിയ ആളുകളുണ്ടല്ലാഹ്, സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളുണ്ട് പടച്ചവനെ. അല്ലാഹുവേ നമുക്കറിയാം ആഹാരങ്ങൾ പാകം ചെയ്യുന്നവരുണ്ട് പടച്ചവനെ, അത് നിരത്തി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കുന്നവരുണ്ട് പടച്ചവനെ, അത് തയ്യാറാക്കി ഓരോന്ന് കട്ട് ചെയ്ത് സജ്ജീകരിക്കുന്നവരുണ്ട് പടച്ചവനെ. അല്ലാഹു എവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ പുഞ്ചിരിയോടെ പുഞ്ചിരി സമ്മാനിക്കുന്നവരുണ്ട് പടച്ചവനെ. നിങ്ങളുടെ ഹൃദയബന്ധങ്ങൾ നീ ഊട്ടി ഉറപ്പിക്കണേ അല്ലാഹ്, സ്നേഹബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കണേ അല്ലാഹ്. ഈ നെടുക്കുന്ന മുസ്ലിം ജമാഅത്തിലുള്ള മുഴുവൻ ആളുകൾക്കും നീ സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഐക്യവും സമാധാനവും ഒരുമയും സ്വരുമയും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ലൈലത്തുൽ ഖദ്ർ അക്ഷരാർത്ഥത്തിൽ കരസ്ഥമാക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കണേ പടച്ചവനെ. നിന്റെ റഹ്മത്ത് ഞങ്ങളിലേക്ക് വർഷിക്കണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിന് അർഹരാകുന്ന വിഭാഗത്തിൽ ചേർക്കണേ പടച്ചവനെ. സാധുക്കളാണല്ലാഹ്, പാപികളാണല്ലാഹ്, ദോഷികളാണല്ലാഹ് പടച്ചവനെ. എങ്കിലും നിന്റെ റഹ്മത്തിന്റെ മുമ്പിൽ, നിന്റെ മഗ്ഫിറത്തിന്റെ മുമ്പിൽ, നിന്റെ ഇത്ഖും മിനന്നാറിന്റെ മുമ്പിൽ ഞങ്ങൾ കേണപേക്ഷിക്കുകയാണല്ലാഹ്. ഞങ്ങൾക്ക് നീ നരകമോചനം നൽകണേ അല്ലാഹ്. നിന്റെ സ്വർഗ്ഗം ഫർളാക്കി നൽകണേ പടച്ചവനെ. നോമ്പ് കാരണമായിട്ട് സ്വർഗ്ഗത്തിന്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്ന് അല്ലാഹുവേ സ്വർഗ്ഗത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ പടച്ചവനെ. സിറാത്ത് എന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ അവസരം നൽകണേ അല്ലാഹ്. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ ആളുകളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോഴും അല്ലാഹുവേ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ നല്ല സദഖകൾ നൽകുന്നവർ, നല്ല നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി നല്ല സമീപനം കാഴ്ചവെക്കുന്നവരാണ് പടച്ചവനെ. എല്ലാവർക്കും നീ ആ സദഖകളെ ജാരിയായ സദഖയിൽ ചേർത്ത് കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ജീവനത്തിന് വേണ്ടിയിട്ട് ആരൊക്കെ ഭാഗവാക്കായവരുണ്ടോ അല്ലാഹ്, അവർക്ക് നീ സ്വർഗീയ വിഭവം പകരം കൊടുക്കണേ റഹ്മാനെ. നിന്റെ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ പാനം ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ലിവാഉൽ ഹംദിന്റെ പിന്നിൽ അണിനിരത്തണേ അല്ലാഹ്. അർശിന്റെ തണൽ നൽകി സഹായിക്കണേ അല്ലാഹ്. സിറാത്ത് എന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ അവസരം കൊടുക്കണേ അല്ലാഹ്. മീസാന്റെ തട്ടിൽ തൂക്കം നൽകണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലേക്ക് നീ ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു നൽകണേ അല്ലാഹ്. കച്ചവടത്തിൽ പരാജയപ്പെട്ട അല്ലാഹുവേ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് പടച്ചവനെ. കടങ്ങൾ കൊണ്ട് ജീവിതം അടമുട്ടിയവരുണ്ട് പടച്ചവനെ. അവർക്കൊക്കെ നീ കടങ്ങൾ വീട്ടാനും അവരുടെ പ്രയാസങ്ങൾ കരുതി വരാനും അല്ലാഹുവേ ഖൈറിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ പടച്ചവനെ. രോഗാതുരനായിട്ട് പോലും അല്ലാഹുവേ പള്ളിയിലേക്ക് കടന്നു വന്ന ഇബാദത്തിൽ സജ്ജരായ ആളുകളുണ്ട് പടച്ചവനെ. അല്ലാഹു അവരുടെ ഓരോ ഖദമുകൾക്കനുസരിച്ച് നീ പ്രതിഫലം രേഖപ്പെടുത്തണേ അല്ലാഹ്. സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ദൂരം കുറച്ചു കൊടുക്കണേ പടച്ചവനെ. കുടുംബ ജീവിതത്തിൽ ഭദ്രത കൊടുക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ പടച്ചവനെ. ആഖിബത്ത് മോശമാക്കി കളയല്ലേ അല്ലാഹ്. നാവിലൂടെ ഉച്ചസ്ഥലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരണപ്പെടാനുള്ള ഭാഗ്യം ഈ പള്ളിയുടെ അകത്തടങ്ങളിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ കുടുംബാദികൾക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും പേരമക്കൾക്കും നമ്മുടെ ബന്ധം കൊടുത്തവർക്കും നമ്മുടെ ബന്ധമെടുത്തവർക്കും പടച്ചവനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. രോഗാതുരനായി പ്രായാധിക്യം
കൊണ്ട് വീട്ടിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ട് പടച്ചവനെ. നമ്മുടെ സുലൈമാൻ അടക്കം, സൈനുദ്ദീൻ അടക്കം നിരവധി ആളുകൾ വീട്ടിൽ നിന്ന് കിടപ്പിലാണ് റബ്ബേ. ജമീലാക്ക അടക്കം അല്ലാഹുവേ, ഞാൻ പേരെടുത്തു പറയുന്നില്ല, ഞങ്ങളുടെ മഹലിലെ നിരവധി പ്രായാധിക്യം കൊണ്ട് പ്രയാസത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ. അവരുടെ രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. പരിശുദ്ധമായ പള്ളിയിലേക്ക് കടന്നു വരാൻ അവർക്ക് നീ അവസരം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, പരിശുദ്ധമായ മാസത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം അവർക്ക് നീ രേഖപ്പെടുത്തണേ അല്ലാ. അവർ നൽകിയ സ്വതക്കാത്തുകൾ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ സത്യവിശ്വാസികളുടെ ഹൃദയത്തിലും ധാരാളം നിയ്യത്തുകളും ഹാജത്തുകളും ഉള്ളവരാണ് പടച്ചവനെ. നീ അറിയുന്നവരാണ്. ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. മക്കളുടെ പഠനത്തിൽ ഉന്നമനമുണ്ടാവാൻ, മക്കൾ വിവാഹപ്രായം എത്തിയവരും അല്ലാഹുവേ വീട്ടിൽ പ്രയാസത്തിൽ കഴിഞ്ഞുകൂടുന്നവർ, അനുയോജ്യരായ ഇണകളെ നീ ചേർത്ത് കൊടുക്കണേ പടച്ചവനെ. പ്രയാസ പ്രതിസന്ധികൾക്ക് നീ അറുതി വരുത്തണേ അല്ലാ. വിദേശത്തും സ്വദേശത്തും ചെന്നിട്ട് ജോലി കിട്ടാതെ പ്രയാസത്തിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട് പടച്ചവനെ. അവർക്ക് നീ ഹൈറായ ജോലികളുടെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തണേ പടച്ചവനെ. അവരുടെ ഹൃദയങ്ങളിലേക്ക് നീ സമാധാനത്തിന്റെ സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഹൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ പടച്ചവനെ. അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കൾ ഇവിടെ കഴിയുന്നവരുണ്ട് പടച്ചവനെ. അവർക്ക് സന്തോഷത്തിന്റെ വാർത്ത പ്രദാനം ചെയ്യണേ അല്ലാ. ഒന്നൊരു നോക്ക് കാണാൻ അവസരം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ദീനിനു വേണ്ടി നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന പൂർവ്വസൂരികൾ നമ്മളിലുണ്ട് പടച്ചവനെ. ഈ പരിശുദ്ധമായ പള്ളിക്ക് വേണ്ടിയിട്ട് ഒരു തരി മണ്ണിന് വേണ്ടിയിട്ട് പോലും പരിശ്രമിച്ച ആളുകൾ, ഈ പള്ളിക്ക് വേണ്ടിയിട്ട് സഹായിച്ച സഹകരിച്ച പുഞ്ചിരി പോലും നൽകി സമ്മാനിച്ച നിരവധി ആളുകളുണ്ട് പടച്ചവനെ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവരെ ആരെയും നീ നട്ടപാളികൾ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അർഹമായ പ്രതിഫലം രേഖപ്പെടുത്തണേ പടച്ചവനെ. സ്വർഗ്ഗത്തിൽ പകരമായി നീ ഒരു ഭവനം അവർക്ക് നൽകണേ അല്ലാ. നിന്റെ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിന് അർഹരാക്കണേ പടച്ചവനെ. ഭാര്യമാര് വിഷമിച്ച് വീട്ടിൽ കഴിയുന്ന നിരവധി ആളുകൾ ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തിയവരുണ്ട്. അല്ലാഹുവേ, ആ ഭാര്യമാരുടെ രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ. കുടുംബ ബന്ധത്തിൽ ഊഷ്മളത നൽകണേ അല്ലാ. കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഭദ്രത കൊടുക്കണേ അല്ലാ. മക്കളെ കൊണ്ട് സമാധാനം കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിന്റെ വഴികളിൽ നീ ഖൈർ പ്രദാനം ചെയ്തു കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പഠനം പൂർത്തിയാക്കിയിട്ട് ജോലി ആഗ്രഹിച്ചിരിക്കുന്ന മക്കൾ ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, ഖൈറായ ജോലി അവർക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. പിജി പഠിക്കുന്ന മക്കളുണ്ട്, അവരുടെ പിജിയുടെ പഠനത്തിൽ നീ ഉന്നതി പ്രദാനം ചെയ്യണേ അല്ലാ. നല്ല ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ പടച്ചവനെ. ഇവിടെ മഹല്ലിലുള്ള ധാരാളം സേവനങ്ങൾ ചെയ്യുന്ന അല്ലാഹുവേ, മജിസ്ട്രേറ്റ് അടക്കം അതുപോലെ പോലീസുകാരടക്കം നിരവധി ദീനിനു വേണ്ടി സേവനം ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. ഞങ്ങളുടെ നാടിന്റെ അഭിമാനമാണ്, ഞങ്ങളുടെ മഹല്ലിന്റെ അഭിമാനമാണ്. അവരുടെയൊക്കെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ സ്വീകരിക്കണേ പടച്ചവനെ. ഈ പള്ളിക്ക് വേണ്ടി ഒരു നാണയത്തുട്ടാണെങ്കിലും സംഭാവന നൽകിയ മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ പടച്ചവനെ. പരിശുദ്ധമായ ആഹാരം പാചകം ചെയ്യുന്നതിനു വേണ്ടി സഹകരിച്ച നിരവധി ആളുകൾ, അല്ലാഹുവേ, അവരെ ആരെയും നീ നഷ്ടവാളികൾ ഉൾപ്പെടുത്തല്ല പടച്ചവനെ. ഞങ്ങളുടെ ഒരു ഫാത്തിഹ പോലും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ പൂർവ്വസൂരികളുണ്ടല്ലോ, ഞങ്ങളുടെ മക്കളുണ്ടല്ലോ, ഞങ്ങളുടെ മാതാപിതാക്കളുണ്ടല്ലോ, ഞങ്ങളുടെ പെക്കന്മാരുണ്ടല്ലോ, ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരുണ്ടല്ലോ, ഞങ്ങളുടെ അനിയന്മാരുണ്ടല്ലോ. ജനിച്ചിട്ട് കുഞ്ഞു മക്കൾ പോലും 2.5 വയസ്സിൽ മരണപ്പെട്ട് ഈ പള്ളിയിൽ കൊണ്ട് അടക്കപ്പെട്ടവരുണ്ട് പടച്ചവനെ. അതുപോലെ മുളാമലപ്പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന നിരവധി ആളുകളുണ്ട് പടച്ചവനെ. അല്ലാഹുവേ, അവർക്കൊക്കെ നീ റഹ്മത്ത് ചൊരിയണേ അല്ലാ. സ്വർഗ്ഗം നൽകണേ അല്ലാ. ഈ ദീനിനു വേണ്ടി നാടിന്റെ കടാവിളക്കായിരുന്ന മൗലാന അടക്കം അല്ലാഹുവേ, അവർക്കൊക്കെ നീ റഹ്മത്ത് ചൊരിയണേ പടച്ചവനെ. അവരുടെയൊക്കെ ഖബറിലേക്ക് പ്രകാശ പ്രശോഭിതമായി പരിശുദ്ധമായ ഖുർആൻ നൽകണേ അല്ലാ. പടച്ചവനെ, നിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സന്ദർശനം നൽകണേ അല്ലാ. പ്രവിശാലമാക്കി കൊടുക്കണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നുള്ള വാതായനം തുറന്നു കൊടുക്കണേ പടച്ചവനെ. നിന്റെ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിന് അർഹരാവാൻ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും, നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ, നീ അവസരം നൽകണേ പടച്ചവനെ. നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ട് ഗേറ്റിന് സംഭാവന നൽകിയത്, അതുപോലെ തന്നെ ഒതു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലാഹുവേ, ആരൊക്കെ സംഭാവനകൾ നൽകിയവരുണ്ടോ ഞാൻ ആരെയും പേരെടുത്തു പറയുന്നില്ല. അല്ലാഹുവേ, ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഖത്തം ഓതിയവർക്ക്, യാസീൻ ഓതിയവർക്ക്, സലാത്ത് ചൊല്ലിയവർക്ക് പടച്ചവനെ എന്തൊക്കെ നന്മകൾ
ചെയ്തവരുണ്ടോ? ഇന്നിവിടെ ഉജീനവുമായി കടന്നു വന്ന നിരവധി ആളുകളുണ്ട് പടച്ചവനെ. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവരുടെ മനസ്സിലുള്ള ആഗ്രഹം നീ അറിയുന്നവനാണ്, നിറവേറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ ദുരിതങ്ങൾ നീക്കണേ പടച്ചവനെ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളുടെ പ്രതിസന്ധികൾ ദൂരീകരിക്കണേ അല്ലാ. അവരുടെ മനസ്സിലേക്ക് ഈമാൻ നിറച്ചു കൊടുക്കണേ പടച്ചവനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരണപ്പെടാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ആരെയും നീ നഷ്ടപാടുകളിൽ ഉൾപ്പെടുത്തല്ല പടച്ചവനെ. ഈമാൻ സലാമത്തിലാക്കി കൊടുക്കണേ അല്ലാ. കച്ചവടങ്ങളിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. കടയിൽ കച്ചവടമില്ലെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തിയവരുണ്ട് പടച്ചവനെ. അല്ലാഹു പ്രസ്ഥാനങ്ങളെയൊക്കെ വിജയിപ്പിക്കണേ അല്ലാ. തുടങ്ങാനിരിക്കുന്ന പ്രസ്ഥാനങ്ങളെയും വിജയിപ്പിക്കണേ അല്ലാ. വിദേശങ്ങളിലേക്ക് യാത്ര പോകുന്നവരാണ് നമ്മളിൽ പലരും. അല്ലാഹുവേ അപകടങ്ങളിൽ പെടുത്തി മരിപ്പിച്ച് കളയല്ലേ അല്ലാ. നിന്റെ ഹഫദീങ്ങളായ മാലാഖമാരുടെ കാവൽ കൊടുക്കണേ പടച്ചവനെ. കാവൽ കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഉള്ളക്കാല് മുതൽ നെറുകം തല വരെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനത്തെ പിൻവലിച്ച് കളയല്ലേ അല്ലാ. താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കില്ല പടച്ചവനെ. അതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിക്കുന്ന അല്ലാഹുവേ ഞങ്ങളുടെ ആളുകൾക്ക് പടച്ചവനെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി സന്തോഷിപ്പിക്കണേ പടച്ചവനെ. ദീനിനു വേണ്ടി നിസ്വാർത്ഥമായ സേവനങ്ങളിലൂടെ കടന്നു പോകുന്ന ഉസ്താദുമാരുണ്ട് പടച്ചവനെ. ആലിമീങ്ങൾ ഉണ്ടവല്ലാ പടച്ചവനെ. അവരുടെ രോഗങ്ങൾക്ക് ശിവ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഈ നാടിനും നാട്ടുകാർക്കും വേണ്ട രീതിയിൽ സ്നേഹം സമ്പാദിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ പടച്ചവനെ. ഒരു നിലയ്ക്കും നിങ്ങളുടെ പൊരുത്തമില്ലാത്ത നിങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ല പടച്ചവനെ. നിന്റെ കാരുണ്യം ഞങ്ങളിലേക്ക് ചൊരിയണേ അല്ലാ. ഈ പള്ളിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ഈ പള്ളിയുടെ നേതൃതലങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. നേതൃതലങ്ങളിലൂടെ കടന്നുപോയവർക്കും അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം രേഖപ്പെടുത്തണേ പടച്ചവനെ. ആരെയും നീ പരാജിതരിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ മരണപ്പെട്ടവർക്കും അവരുടെ സേവനത്തിന് തുല്യമായ പ്രതിഫലം നീ രേഖപ്പെടുത്തി അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഞാൻ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഞാൻ ചോദിച്ചതിനെക്കാട്ടിലും 10 മടങ്ങ് ഇരട്ടി പ്രതിഫലം അവർക്ക് നീ രേഖപ്പെടുത്തണേ അല്ലാ. ربنا عليك توكلنا وإليك أنبنا وإليك المصير اللهم أصلح أمة محمد صلى الله عليه وسلم اللهم اغفر لأمة محمد صلى الله عليه وسلم اللهم ارحم أمة محمد صلى الله عليه وسلم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين. أشهد أن لا إله إلا الله واستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله واستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله واستغفر الله أسألك الجنة وأعوذ بك من النار. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. يا كريم يا رحيم يا الله بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.